ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഒരു ക്ലൗഡ് പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു അപ്പിറ്റൈസർ ആണ്. ഒരു ഇറ്റാലിയൻ അപ്പിറ്റൈസർ ആണ്. പേര് റോസ്റ്റഡ് ടൊമാറ്റോ ബ്രുസ്കേറ്റ, അങ്ങനെയാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട്. ഇറ്റാലിയൻ ആണ്. അത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പിറ്റൈസർ ആണ്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അപ്പിറ്റൈസർ ആണ്. എപ്പോഴും ഒന്നും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു അപ്പിറ്റൈസർ അല്ല. കാരണം അതിനകത്ത് നമ്മൾ ചേർക്കുന്ന ചീസിന്റെ അളവ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ പക്ഷെ നല്ല ടേസ്റ്റാണ്. അപ്പൊ നമ്മൾ വല്ലപ്പോഴും ഒക്കെ വല്ല 3-4 മാസമൊക്കെ കൂടുമ്പോൾ ഒരു തവണയൊക്കെ എനിക്കൊന്ന് നമ്മളൊക്കെ കുറച്ചധികം ഒക്കെ ചീസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജനറ്റിക് ഘടന വെച്ചിട്ട് അത്ര നല്ലതാന്ന് തോന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് ലിമിറ്റ് ചെയ്ത് വേണം കഴിക്കാനായിട്ട്. അപ്പൊ ഇതൊരു കുറച്ച് ഹൈ ഫാറ്റ് ആയിട്ടുള്ള ഒരു അപ്പിറ്റൈസർ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വളരെ കുറച്ച് സാധനങ്ങളെ ആവശ്യമുള്ളൂ. അപ്പൊ ശരിക്കും ഇതിന് വേണ്ടത്, നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇറ്റാലിയൻ ബ്രെഡാണ്. പക്ഷെ ശരിക്കും ഇതിന് തിക്ക് സ്ലൈസസ് ആയിട്ടുള്ള ബ്രെഡാണ് വേണ്ടത്. അതായത് നമ്മൾ ഇതിനകത്തൊരു ടൊമാറ്റോയുടെ ഒരു മിക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വെക്കുമ്പോൾ അത് താഴേക്ക് ഒലിച്ചിറങ്ങി പോവാതെ ബ്രെഡ് സോഗി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ. അപ്പോൾ അതിന് ശരിക്കും വേണ്ടത് ബൊഗേറ്റ് അല്ലെങ്കിൽ ഷിബാറ്റ എന്നൊക്കെ പറയുന്ന ടൈപ്പ് ബ്രെഡൊക്കെയാണ് അതിന് ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ളത്. ഇവിടെ ആരണ് പല്ലില് ബ്രേസസ് ഇട്ടിട്ടുള്ളതുകൊണ്ട് അവനങ്ങനെ ഒത്തിരി കട്ടികളൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാനത് അവോയ്ഡ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ അധികം തിക്കല്ല, പക്ഷെ എന്താ പറയണേ, അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ഒത്തിരി പോർസ് ഇല്ലാത്ത ടൈപ്പ് ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഒത്തിരി അങ്ങനെ സോഗിയായിട്ട് പോവില്ല. അപ്പൊ അതാണ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ബ്രെഡ് തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞ പോലെ ബൊഗറ്റ് അല്ലെങ്കിൽ ഷിബാറ്റ എന്ന് പറയുന്ന ടൈപ്പ് ബ്രെഡുകളാണ് ഇതിന് ശരിക്കും എടുക്കേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾക്ക് മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ചെറി ടൊമാറ്റോസ്. ചെറി ടൊമാറ്റോസ് തന്നെ എടുക്കണം കേട്ടോ. കാരണം ചെറി ടൊമാറ്റോസിന്റെ ടേസ്റ്റ് മറ്റുള്ള ടൊമാറ്റോസ് ആയിട്ട് വ്യത്യാസമാണ്. ചെറി ടൊമാറ്റോസിനാണ് ഏറ്റവും ഫ്ലേവർഫുൾ ആയിട്ടുള്ളത് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറി ടൊമാറ്റോസ് തന്നെ എടുക്കാനായിട്ട് നോക്കണം. പിന്നെ ഈ സ്നാക്കിംഗ് ടൊമാറ്റോസ് ഒക്കെ കിട്ടുമല്ലോ, പക്ഷെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ അത് തന്നെ വാങ്ങാനായിട്ട് നോക്കാം. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം ബട്ടർ ആണ് കേട്ടോ. നമ്മുടെ ബട്ടർ ഫ്രിഡ്ജിലാണ്, നമുക്ക് പിന്നീട് എടുക്കാം. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം ബുറാറ്റ. ഇത് ഫ്രഷ് മോസറല്ല ചീസ് ഫിൽഡ് വിത്ത് ക്രീമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വാങ്ങാനായിട്ട് കിട്ടും. ഇങ്ങനെ ഓരോ ഉണ്ടയായിരിക്കും. നമുക്കത് പൊളിച്ചിട്ടാണ് നമ്മളത് എന്താ പറയണേ സ്പ്രെഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന്റെ മേളിലേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മിക്സ് വെക്കുന്നത്. പിന്നെ ശരിക്കും ഫ്രഷ് ആയിട്ടുള്ള ബേസിൽ ലീവ്സ് വേണം. എനിക്ക് കിട്ടിയില്ല, അതും ഇതിന്റെ കൂടെ വേണ്ടതാണ്. പക്ഷെ നമുക്കത് കിട്ടിയില്ല, അപ്പൊ നമുക്കത് ഇല്ലാതെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ വേറെ എന്താ വേണ്ടത്? പിന്നെ വെളുത്തുള്ളി വേണം. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം, വാ. അപ്പൊ നമുക്ക് ആദ്യം ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ശരിക്കും ഇത് ബേക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മള് ബേക്കിംഗ് 400 ഡിഗ്രി ഫാരൻഹൈറ്റിൽ ബേക്ക് ചെയ്യാൻ കേട്ടോ നമ്മൾ. അപ്പോൾ 400-ല് നമുക്ക് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴേക്കും നമ്മൾക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ റെഡിയാക്കി എടുക്കാൻ പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ആവും. നമുക്ക് ടൊമാറ്റോസ് ഒക്കെ ഒന്ന് കഴുകിയെടുക്കാം, വാ. നമുക്ക് ആദ്യം ഈ തക്കാളിയൊക്കെ നമുക്കൊന്ന് കഴുകിയെടുക്കാം. പിന്നെ ഉണ്ടല്ലോ, ഇതിന് സാധാരണ തക്കാളി യൂസ് ചെയ്യും കേട്ടോ. സാധാരണ തക്കാളി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ചെറി ടൊമാറ്റോസ് ഇടുമ്പോഴാണ്. അപ്പൊ നമ്മള് ചെറി ടൊമാറ്റോസ് തന്നെ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം. പിന്നെ ഇതിനകത്ത് റോസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കണത്. ഇത് റോസ്റ്റ് ചെയ്യാതെയും ഉണ്ടാക്കാം. ചുമ്മാ തക്കാളി കരിഞ്ഞിട്ട് ഇറ്റാലിയൻ സീസണിങ്ങൊക്കെ ഇട്ടിട്ട് നമ്മൾക്ക് അങ്ങനെയും ഒരു സാലഡ് ബ്രുസ്കേറ്റാന്ന് പറഞ്ഞിട്ട് അങ്ങനെയും നമുക്ക് ചെയ്യാം. പക്ഷെ എനിക്ക് റോസ്റ്റ് ചെയ്യുന്ന കൂടുതൽ നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഇതിന്റെ കൂടെ ഞാനൊരു ബൾബ് ഫുള്ള് വെളുത്തുള്ളി ഇടുന്നുണ്ട്. ഈ വെളുത്തുള്ളിയും റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ അതിന് നല്ല ടേസ്റ്റാണ്. ഭയങ്കര സിമ്പിളാണ്. അപ്പൊ ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് എത്ര ടേസ്റ്റ് ആയിരിക്കുമോ, ഈ പറയുന്ന അത്ര ഒരു പക്ഷെ അടിപൊളിയാണ്. അപ്പൊ നമുക്ക് ഇത് തൊണ്ട് കളയണം. നമുക്ക് ആദ്യം ടൊമാറ്റോ ഒന്ന് കഴുകി വെക്കാം. അപ്പോഴേക്കും വെള്ളം ഒന്ന് കുറച്ച് പോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം മൊത്തം പോയില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ടവലിട്ടിട്ട് ഒന്ന് തുടച്ചെടുക്കാം നമുക്ക്.
പല കളറിലുള്ള തക്കാളിയൊക്കെ എടുക്കാം കേട്ടോ, നമ്മൾക്കിടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇതിനകത്ത് ഓറഞ്ചും മഞ്ഞയൊക്കെ ഉണ്ട്. നമുക്ക് വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞല്ല തൊണ്ട് കളഞ്ഞെടുക്കാം. ഇത് ശരിക്കും വെളുത്തുള്ളിയുടെ ബൾബ് ഫുള്ളായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ പണ്ട് എനിക്കൊന്ന് താങ്ക്സ് ഗിവിങ്ങിൻ്റെ ചിക്കനൊക്കെ റോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. വെളുത്തുള്ളി കുറച്ച് ഒലിവ് ഓയിലൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ അലുമിനിയം ഫോയിൽ പൊതിഞ്ഞിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങും. അപ്പം അങ്ങനെയും ചെയ്തെടുക്കാം. പക്ഷെ നമ്മളിത് ഇതിനകത്ത് എന്താ പറയുക തക്കാളിയുടെ ഒപ്പം ഇട്ടിട്ടാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ തൊണ്ടൊന്ന് കളഞ്ഞെടുക്കാം. തക്കാളിയുടെ അളവും ഇതൊക്കെ നമ്മളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അതനുസരിച്ച്. പിന്നെ ഈ വെളുത്തുള്ളി ഒരുപാട് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും ചേർക്കണം എന്നില്ല. എനിക്ക് റോസ്റ്റ് ചെയ്തപ്പോൾ വെളുത്തുള്ളി കൂടുതലുള്ളതാണ് ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ട് ഞാൻ ഒരു ബൾബ് ഫുള്ള് ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒന്ന് കഴുകിയെടുക്കാം. വെളുത്തുള്ളിയും സവാളയൊക്കെ കൊണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് കഴുകാറില്ലേ, അത് നിറച്ച് പൊടി ഉണ്ടാവും, അതൊന്ന് കഴുകിയെടുക്കാം. പിന്നെ വെള്ളം ശരിക്കും പോയിട്ടില്ല, അപ്പം നമുക്കൊരു ടവലിട്ടിട്ട് നന്നായിട്ട് അതിനൊന്ന് തുടച്ചെടുക്കാം, അതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഓവൻ സേഫ് ആയിട്ടുള്ള ഒരു പാത്രത്തിനകത്തേക്ക് നമ്മൾ ഈ കഴുകി തുടച്ച് വെച്ചിരിക്കുന്ന തക്കാളി എല്ലാം ചേർത്ത് കൊടുക്കാം. തക്കാളിയും വെളുത്തുള്ളി ഇങ്ങനെ കൂടിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നിരത്തിയിടാം കേട്ടോ. നല്ല കളർഫുൾ അല്ലേ. നമുക്കിനി ഇതിനകത്തേക്ക് സീസണിങ്സ് ചേർക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് ഇറ്റാലിയൻ സീസണിങ് ആണ്. തീരാറായിട്ട് കുറച്ചും കൂടെ ഉള്ളൂ. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇട്ടുള്ളൂ, കാരണം ഇതൊക്കെ അതിനൊരു ഫ്ലേവറിങ് കൊടുക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ എൻ്റെ അത്യാവശ്യം നന്നായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾക്ക് വേണ്ടത് ബേസിൽ. ശരിക്കും ഇത് ലാസ്റ്റ് ഉണ്ടല്ലോ, ഫ്രഷ് ആയിട്ടുള്ള ബേസിൽ ലീവ്സ് ചേർക്കുന്നത് നല്ലതാണ്. പക്ഷെ എനിക്ക് കിട്ടിയില്ല, അവിടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കടയിലൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിലൊക്കെ വളർത്തുന്നവർക്ക് അത് ചേർക്കാം. എനിക്കിവിടെ പാഴ്സ്ലിയും റോസ്മേരിയും പിന്നെ തൈമൊക്കെ ഉണ്ട്, പക്ഷെ ബേസിലില്ല. നമുക്ക് ഒറിഗാനോ കൂടെ കൂടിയിട്ട് കുറച്ച് എക്സ്ട്രാ ചേർക്കാം. ഓക്കെ, അത് ചേർത്തു. ഇനി നമ്മൾ എന്താ ചേർക്കുന്നതെന്നോ, ഇനി നല്ല ക്വാളിറ്റിയുള്ള എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ. ക്വാളിറ്റി ഉള്ള ഒലിവ് ഓയിൽ ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഈ ഒലിവ് ഓയിൽ കിടന്നിട്ടാണ് ഇത് റോസ്റ്റ് ചെയ്ത് വരേണ്ടത്. ഇനി അത് എല്ലായിടത്തും ഒന്ന് നമ്മൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി കേട്ടോ. ഇതിനൊന്നും അങ്ങനെ ഒരുപാട് ഉപ്പിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. പിന്നെ ചീസിൽ എനിക്കൊന്ന് കുറച്ച് ഉപ്പുണ്ടാവുമല്ലോ. പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ ശരിക്കും ഉണ്ടല്ലോ, ഇത് ഇങ്ങനത്തെ ട്രേ അല്ല വേണ്ട. എനിക്ക് മറ്റേ ടൈപ്പ് ഈ കുക്കി ട്രേ പോലത്തെ അങ്ങനത്തെ ട്രേ ഇല്ല. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ഗ്ലാസിൻ്റെ ഇത് എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് കുക്കി ഷീറ്റ് പോലത്തെ അങ്ങനത്തെ ഉണ്ടെങ്കിൽ കുറച്ച് എഡ്ജ് ഉള്ളത് വേണമെന്ന് മാത്രം, കാരണം നമ്മൾ ഒലിവ് ഓയിൽ കൊഴിക്കുന്നതല്ലേ. അപ്പം അത്രേ ഉള്ളൂ. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കൈ കൊണ്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ സീസണിങ്ങും അതുപോലെ തന്നെ ഉപ്പും ഒലിവ് ഓയിലൊക്കെ ടൊമാറ്റോയുടെ അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ ഒക്കെ എല്ലാ ഭാഗത്തോട്ടും എത്തിക്കോട്ടെ. നമ്മൾ നന്നായിട്ട് അന്നെല്ലാം നല്ല എന്തൊരു ഗ്ലേസിങ് നമുക്ക് അടിപൊളി. അതിന് നമുക്ക് 400 ആവുമ്പോൾ നമുക്ക് ഓവനകത്തേക്ക് വയ്ക്കും. നമുക്കിത് ഓവനിലേക്ക് വെക്കാം. 400 ഒരു 30 minutes ഒക്കെ വേണ്ടി വരും. നമ്മളത് താഴെ വയ്ക്കാം. കുറച്ചുകൂടെ ചൂട് കിട്ടുന്നത് താഴെയാണ്.
നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാം. 30 minutes. 30 minute ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ആവുന്നുണ്ടോ നോക്കാം. ഇതിപ്പോൾ 379 ആയിട്ടുള്ളൂ. ദാറ്റ്സ് ഫൈൻ. നമ്മൾക്കൊരു 400-ലാണ് 30 minutes വേണ്ട, പക്ഷെ ഇപ്പൊ തന്നെ ആയിക്കോളൂ അത്. അപ്പൊ നമ്മൾ ബ്രെഡിനകത്ത് ബട്ടർ തേക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിക്ലാൻഡിന്റെ ഗ്രാസ് ഫെഡ് ബട്ടർ ആണ് എടുത്തേക്കണത്. സാധാരണ നമ്മൾ കെറി ഗോൾഡിന്റെ ബട്ടർ വാങ്ങാറുള്ളൂ കേട്ടോ. ഇത് ഞാനിപ്പോ കുറച്ചായുള്ളൂ ഇത് വാങ്ങിച്ചു തുടങ്ങിയിട്ട്. ഐ തിങ്ക് പ്രൊഡക്റ്റ് ഓഫ് ന്യൂസിലാൻഡ് ആണിത്. ഇത് നല്ലതാണെന്ന് കേട്ടിട്ട് ഞാൻ ഇത് വാങ്ങിയതാണ്. ഇത് കിർക്ലാൻഡ് കോസ്കോയുടെ എന്ന ബ്രാൻഡാണ്. അപ്പോൾ അത് കുറച്ച് ഞാൻ എടുത്ത് പുറത്ത് വെച്ച് അപ്പോഴേക്കും ഒന്ന് അലിഞ്ഞു കിട്ടുമല്ലോ. കൊണ്ടാക്കാറാകുമ്പോഴേക്കും അലിഞ്ഞു വരട്ടെ. ഇതിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം നമുക്ക് ലൈറ്റ് ഇട്ടിട്ട്. ഒന്നും ആയിട്ടില്ല. ഒന്ന് ഇടയ്ക്ക് ഒന്ന് എന്താ പറയണേ, ഒന്ന് പാൻ ഒന്ന് ചിറ്റിച്ചു കൊടുക്കണം. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചെയ്യാം നമുക്ക്. അതൊന്നും ആയിട്ടില്ല. പകുതി ആയപ്പോൾ എടുത്തൊന്ന് ഷെയ്ക്ക് ചെയ്യണം. നല്ലോണം ജ്യൂസൊക്കെ നല്ലോണം പുറത്തു വന്നുണ്ട് കേട്ടോ. നമുക്ക് അതിനി ടൈമർ തീരാനായിട്ട് 7 മിനിറ്റും കൂടെ ഉള്ളേ. അപ്പോഴേക്കും നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് നമുക്ക് പാനിലും ചെയ്യാം, അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ടും ചെയ്യാം. ഇതിന് ബട്ടർ തന്നെ ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മൾക്ക് ഒലിവ് ഓയിൽ വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചൂസ് ചെയ്യാം. നമ്മൾ പാൻ ചൂടാവട്ടെ. നമുക്ക് അതിനകത്തേക്ക് ഞാൻ ബട്ടർ ഒന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ നമ്മൾ തേക്കുന്നതിൻ്റെ ഒരു അളവ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. നമ്മൾ ഒത്തിരി ചിലപ്പോൾ തേക്കേണ്ടി വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് ഡ്രൈ ആയിരിക്കണം എന്നേ ഉള്ളൂ. നമ്മളങ്ങനെ ഒരുപാട് ഒലിവ് ഓയിലോ ബട്ടറോ ഒന്നും തേക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പാനിൽ വെച്ചിട്ട് നമുക്കത് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ ഒരു സൈഡിലേ തേച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഈ സൈഡിൽ പാനിൽ ഇട്ടതിന് ശേഷം തേച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് ഈ ബ്രെഡ് ആയി. നമുക്കത് മാറ്റിയിട്ട് അടുത്ത ബ്രെഡ് ഇടാം കേട്ടോ. ഒരു 43 സെക്കൻഡും കൂടെ ബാക്കിയുള്ളൂ. പക്ഷെ നമ്മുടെ അതായിട്ടുണ്ട്. നമുക്കത് എടുക്കാം കേട്ടോ. നമുക്ക് ക്യാൻസൽ ചെയ്യാം. കണ്ടോ, നമ്മുടെ ജ്യൂസൊക്കെ ഒന്ന് കട്ടിയായി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനൊന്ന് ചെറുതായിട്ട് മാഷ് ചെയ്യണം. പ്രത്യേകിച്ചും ഈ വെളുത്തുള്ളിയൊക്കെ മാഷ് ചെയ്താലാണ് എല്ലായിടത്തേക്കും അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ചെല്ലുള്ളൂ. അപ്പം നമുക്ക് വെളുത്തുള്ളി ഞാൻ കറക്റ്റായിട്ട് എല്ലാം നോക്കിയിട്ട് മാഷ് ചെയ്യുന്നുണ്ട്. തക്കാളി അങ്ങനെ അത്ര മാഷ് ചെയ്യണമെന്നില്ല. നമുക്ക് ഈ വെളുത്തുള്ളിനെ എല്ലാം ഒന്ന് മാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളിനെയും കൂടെ കൂടി എല്ലാ ജ്യൂസും എല്ലാം കൂടെ കൂടി ഒന്ന് ഒരുമിച്ചാക്കാം കേട്ടോ. അപ്പം എങ്കിലല്ലേ നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് എങ്കിലാണ് നമ്മൾ ബ്രെഡിൻ്റെ പുറത്ത് വെക്കുമ്പോൾ എല്ലായിടത്തേക്കും തക്കാളിയുടെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയും ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഒന്ന് ചെല്ലുള്ളൂ. ഇങ്ങനെ മാഷ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ തന്നെ വെക്കാം കേട്ടോ. പക്ഷെ എനിക്ക് മാഷ് ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം. നമുക്കിനി ഇത് അസംബിൾ ചെയ്യാം. അപ്പം നമ്മൾ ബ്രെഡിൻ്റെ പുറത്തേക്ക് നമ്മൾ ഈ ബുറാറ്റ സ്പ്രെഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ ഓരോ എന്താ പറയണേ, ഓരോ ബോൾസ് പോലെയാണ് കേട്ടോ. നമുക്കതെടുത്തിട്ട് സ്പൂണും കൊണ്ട് പൊട്ടിച്ചാലും മതി. സ്പൂണും കൊണ്ട് പൊട്ടിക്കുമ്പോൾ തന്നെ അത് എന്താ പറയണേ, പൊട്ടി വന്നോളൂ കേട്ടോ. നമുക്കിങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം.
ഒരെണ്ണം മൊത്തം നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ പുറത്ത് വെക്കണ്ട, നമുക്ക് 2 എണ്ണത്തിനകത്താക്കിയിട്ട് വെക്കാം കേട്ടോ. നമുക്കിതിൻ്റെ പുറത്തോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ തക്കാളിയുടെ മിക്സ് ചേർക്കാം കേട്ടോ. റെഡിയായി, ഇത്രയേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പമല്ലേ? അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പാർട്ടിയൊക്കെ വരുന്നുണ്ടെങ്കിൽ അപ്പറ്റൈസറായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.